ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് പ്രധാന വിഷയം. കഴിഞ്ഞ കുറേ നാളുകളായി അന്വേഷണ സംഘം ഇതിൻ്റെ പിറകെ തന്നെയാണ്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരി ആദ്യ വാരത്തിൽ ഒരു അന്വേഷണ പുരോഗതി റിപ്പോർട്ടൊക്കെ കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 10ാമത്തെ അറസ്റ്റും വന്നിട്ടുണ്ട്. ഇന്നിതാ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വിഷയവുമായി ബന്ധപ്പെട്ട SIT ചോദ്യം ചെയ്തുവെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു 3-3.5 മണിക്കൂറോളം മുൻ ദേവസ്വം മന്ത്രിയെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ഒക്കെ SIT ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം അത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2019 ഇത് നടക്കുന്ന സമയത്ത് താനായിരുന്നു ദേവസ്വം മന്ത്രി, അങ്ങനെ ഉള്ള ഒരു കാരണം കൊണ്ടാണ് തന്നെ വിളിപ്പിച്ചത്, ചോദ്യം ചെയ്തത് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. കൂടുതലൊന്നും തന്നെ പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഏതായാലും കൂടുതൽ അറസ്റ്റിലേക്കൊക്കെ നീങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടി SITയുടേത് വളരെ നിർണായകമായൊരു കാര്യം തന്നെയാണ്. കടകംപള്ളിയും കുടുങ്ങുമോ എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. നിഷാദ്, ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ജനുവരിയിൽ അന്വേഷണ റിപ്പോർട്ടൊക്കെ നൽകാനിരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം CPMനെ സംബന്ധിച്ച് 3 അറസ്റ്റുകൾ തന്നെ അവർ ന്യായീകരിക്കാൻ വലിയ തരത്തിൽ പാടുപെടുകയാണ്. ഇന്നിപ്പോൾ പ്രതിപക്ഷം പറഞ്ഞതുപോലെ കടകംപള്ളിയിലേക്കും ഒരു ചോദ്യം ചെയ്യൽ പ്രാഥമിക ഘട്ടമെങ്കിൽ അങ്ങനെ എന്തു ആയിക്കോട്ടെ എത്തിയിരിക്കുകയാണ്. എന്തു പറഞ്ഞ് ന്യായീകരിക്കും? CPMനെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രതിസന്ധിയായിട്ട് അവരുടെ മുമ്പിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പം അവർ പലതരത്തിൽ ഇതിനെ ഡീവിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് തെറ്റിദ്ധാരണ പരത്തുകയാണ്. പ്രതിപക്ഷം പ്രത്യേക താല്പര്യത്തോടെ തെറ്റിദ്ധാരണ പരത്തി ജനങ്ങളെ ആകമാനം ആശയക്കുഴപ്പത്തിലാക്കുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ ഈ പോറ്റി പോയി കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ മാത്രം പിഴവായിട്ട് കാണാൻ കഴിയില്ല, പോറ്റിയുടെ പ്രായോജകർ കോൺഗ്രസ്സുകാരാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോഴും ആത്യന്തികമായി ഇതിൻ്റെ ഭാരം പേറേണ്ടി വരുന്നത് CPIയും അതിൻ്റെ സർക്കാരുമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഭരിച്ചുകൊണ്ടിരിക്കെ, അവർ 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കെ അവരുടെ ദേവസ്വം ബോർഡിന് കീഴിൽ നടന്നിട്ടുള്ള ഒരു കൊള്ളയെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനാണ് നടക്കുന്ന ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിൽ നടക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സർക്കാർ ഇപ്പം ശബരിമലയിൽ ചില കാര്യങ്ങൾ മോശമായി നടക്കുന്നു, അസാധാരണമായി നടക്കുന്നു, അത് വളരെ നീതിയുക്തമായിട്ടും സുതാര്യമായിട്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് സർക്കാർ ഒരു ഏജൻസിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയല്ല ഉണ്ടായത്. മറിച്ച് ഹൈക്കോടതി ഇതിലെ ചില പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഹൈക്കോടതി ആ അന്വേഷണ സംഘം എങ്ങനെയായിരിക്കണം നിർദ്ദേശിക്കുകയും അങ്ങനെ അന്വേഷണ സംഘം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും അവരുടെ ഇടപാടുകളെല്ലാം കോടതി കൃത്യമായ ഇടവേളകൾ വിളിച്ച് പരിശോധിക്കുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സംഘം അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്ന അന്വേഷണമാണ് ഇത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ താല്പര്യത്തോടെ വേട്ടയാടുന്നു എന്ന് പറയാനുള്ള സ്കോപ്പ് ഇവിടെ ഇല്ല. അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്കൊരു ഞങ്ങൾ തന്നെയും നോക്കൂ, ഞങ്ങൾക്കിടയിൽ കള്ളന്മാരുണ്ടെങ്കിൽ ഞങ്ങൾ പിടിക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് എന്ന് പറയാനുള്ള സ്കോപ്പും ഇല്ല. കാരണം എന്താണ്, ഇത് ഹൈക്കോടതി നടത്തുന്നതാണ്. ഹൈക്കോടതി നടത്തുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉന്നതരിലേക്കൊക്കെ ഇത് എത്തും ഒരിക്കലും ഇല്ല. കാരണം ഇത് ഉണ്ടാക്കിയ ഡാമേജ് ഭയങ്കരമാണ്. CPM ഓരോ ദിവസം മുന്നോട്ട് പോകുന്തോറും ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ ട്രാപ്പിലേക്ക് പോകുന്നു എന്നാണ് കാണേണ്ട കാര്യം. ഇന്നലെ ഈ വിഷയം സംസാരിക്കവേ പത്മകുമാറിനെതിരായ നടപടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ്. ഇന്നലെ അറസ്റ്റിലായ വിജയകുമാറിൻ്റെ മൊഴി എന്താണ്? പത്മകുമാർ സഖാവ് പറയുന്നതിന് താഴെ വായിച്ചു പോലും നോക്കാതെ ഒപ്പിടുന്ന പണി മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി വന്നതിന് ശേഷം അദ്ദേഹം വരും മീറ്റിങ്ങിൽ, അദ്ദേഹം അജണ്ട വയ്ക്കും, അദ്ദേഹം തീരുമാനമെടുക്കും. മീറ്റിങ്ങൊക്കെ വെറും പേരിന് മാത്രമായിരുന്നു, എല്ലാ തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ മാത്രമായിരുന്നു. പോറ്റിയുമായി ബന്ധപ്പെട്ട ഇടപാടും കട്ടിളയും ജനലും പാളിയും ഒക്കെ കടത്താനുള്ള തീരുമാനം അദ്ദേഹം ഒറ്റയ്ക്കെടുത്താണ്. സ്വർണം ചെമ്പായി രേഖപ്പെടുത്താനുള്ള തീരുമാനം അദ്ദേഹം ഒറ്റയ്ക്കെടുത്താണ്. താഴെ മിനിറ്റ്സിന് താഴെ ചോദിക്കാതെ ഒപ്പുവെക്കൽ മാത്രമായിരുന്നു എൻ്റെ പരിപാടി എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഈ കേസിൽ CPIMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾ, മുൻ MLA ആയിട്ടുള്ള ഒരാൾ വളരെ കുറ്റകരമായിട്ടുള്ള ആസൂത്രണം നടത്തി എന്ന് തെളിയിക്കുന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴും CPIMന് അദ്ദേഹത്തെ തള്ളിപ്പറയാൻ കഴിയുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാതെ അവരെങ്ങനെ ഈ ഭവന സന്ദർശനം പൂർത്തിയാക്കുമെന്നാണ് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്. അതായത് അടുത്ത മാസം, ഈ മാസം 15 മുതൽ 22 വരെ വീടുകൾ കയറി എന്താണ് നിങ്ങൾക്ക് ഞങ്ങളോടുള്ള പ്രശ്നമെന്ന് ചോദിക്കാനിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ആളുകൾ ഈ ശബരിമല എന്ന് പറഞ്ഞ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെ അയ്യപ്പൻ്റെ മുതൽ സൂക്ഷിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിരുന്നില്ലേ? അത് സൂക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കായിരുന്നില്ലേ? നിങ്ങളത് സൂക്ഷിച്ചോ? അതിലെ ആൾക്കാർ അടിച്ചുകൊണ്ട് പോയില്ലേ? അടിച്ചുകൊണ്ട് പോയതിനെക്കുറിച്ച് അന്വേഷണം നടത്തുമ്പോൾ അതിൻ്റെ എല്ലാം പ്രധാന കർമ്മികളായി നിൽക്കുന്നത് നിങ്ങളുടെ തന്നെ ആൾക്കാരല്ലേ? ആ ആളുകൾ പിടിക്കപ്പെട്ടതിന് ശേഷം നടപടി എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ നടപടി എടുക്കാൻ സമയമായിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? പിന്നെ എന്തു പറയാനാണ് കോമ്രേഡ് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ളതെന്ന് ഒരു വിശ്വാസി ചോദിച്ചാൽ എങ്ങനെ CPIM അതിനകത്ത് ആൻസർ ചെയ്യും? ആ ഒരു പ്രതിസന്ധിയുടെ നടുക്കടലിലാണ് CPM നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത്. 2, ഈ ശബരിമല ഒരു നോക്കൂ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രധാന സ്ഥലമാണ് വിശ്വാസികളെ സംബന്ധിച്ച്. ആ നിലയ്ക്കുള്ള സാമ്പത്തികമായിട്ടുള്ള സുരക്ഷാപരമായിട്ടൊക്കെ ഉള്ള പ്രാധാന്യമുള്ള സ്ഥലമാണ്. അവിടെ നിന്ന്
കോടികൾ വാല്യൂ ഉള്ള എന്ന് വെച്ചാൽ സ്വർണത്തിൻ്റെ വാല്യൂ എടുക്കണം, അതിൻ്റെ ആൻറ്റിക് വാല്യൂ എടുക്കണം, അതിനപ്പുറം പോയി വിശ്വാസപരമായ വാല്യൂ ഉണ്ട്. ആൻറ്റിക് വാല്യൂ കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പൻ്റെതാണല്ലോ, ഒരു തൊണ്ട് ഇതെങ്കിൽ കോടാനുകൂടി കൊടുത്ത് വാങ്ങിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. ആ സ്വത്ത് വളരെ അടിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ അത് ഏതെങ്കിലും ഒരു പോറ്റി ഒറ്റയ്ക്ക് വിചാരിച്ച് നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ആസൂത്രണവും സംരക്ഷണവും ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ പിടിക്കപ്പെടാത്ത വിധമുള്ള സംരക്ഷണം ഉണ്ടായിട്ടുണ്ട്. പലതവണ പോറ്റിക്ക് കോൺട്രാക്റ്റുകൾ കിട്ടുന്നത് ചെറിയ കാര്യമല്ല. പോറ്റി അവിടെ ഒരു നിരക്കുള്ള തടസ്സങ്ങളില്ലാതെ കയറി ഇറങ്ങാനും ഇതുകൊണ്ട് ഇതൊക്കെ എടുത്ത് അദ്ദേഹം വീട്ടിൽ കൊണ്ടുവച്ചിരുന്നു കുറച്ച് ദിവസം. ശബരിമലയിലെ സ്വർണ്ണം എന്ന് പറയുന്ന സംഗതി എന്ന് ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ കസിൻസ് പറഞ്ഞില്ല ഇവിടെ കൊണ്ട് വെക്കാറുണ്ട് ഇടയ്ക്കൊക്കെ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ സംഗതി എന്താണ്? ശബരിമലയിലെ സ്വർണ്ണമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുമായിരുന്ന ഒരാൾ എങ്ങനെ ഇത്ര കാലം സംരക്ഷിക്കപ്പെട്ടു എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞതാണ്, ഒരു 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 ഭരണകൂടം അധികാരം ഏൽക്കുന്നത് പൊതുമുതൽ സംരക്ഷിക്കുമെന്നും കാത്തു സൂക്ഷിക്കുമെന്നും പരിപാലിക്കുമെന്നും സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ്. അത് പരിപാലിച്ചിട്ടില്ല എന്ന പ്രശ്നമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംഗതി ഈ പ്രതികൂട്ടിലാവുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. സോ അതുകൊണ്ട് ശബരിമല എന്നത് CPM ഇനിയും പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമായി നിൽക്കെ അത് വലിയ കുരുക്കിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. അതിൽ തന്നെ തുടക്കം മുതലേ കേൾക്കുന്ന പേരാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര്. അദ്ദേഹം ഒന്ന് ദേവസ്വം മന്ത്രിയാണ്. പത്മകുമാർ ഒറ്റയ്ക്ക് മാത്രം നിർവഹിച്ച ഒന്നാണോ? പത്മകുമാറിനെ തള്ളിപ്പറയാൻ എന്തുകൊണ്ട് പാർട്ടിക്ക് ഇപ്പോഴും കഴിയുന്നില്ല? പത്മകുമാറെ എന്തിന് CPM ഈ ചതി ചെയ്തുവെന്ന് ചോദിക്കാൻ CPM-കാർക്ക് കഴിയാത്തത് എന്താണ്? നമ്മുടെ പാർട്ടി തോറ്റുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ തവണയും നമ്മൾ ശബരിമലയുടെ പേര് തോറ്റു, ഇത്തവണയും ശബരിമല ഒരു തോൽവിയുടെ പ്രധാന കാരണമായി. പത്മകുമാർ എന്തിന് ഈ ചതി ചെയ്തു? ഞങ്ങളുടെ ഇവിടെ ഇനി വേണ്ട എന്താണ് ആ പാർട്ടി പറയാത്തത്? അപ്പോൾ അങ്ങനെ പറയാൻ കഴിയാത്ത വിധമുള്ള നേതൃബന്ധങ്ങൾ ഈ കേസിനകത്തുണ്ടോ എന്നുള്ള സംശയം ഇവിടെ ഇപ്പോഴും നിൽക്കുകയാണ്. പാർട്ടി ഇപ്പം എന്തുകൊണ്ടാണ് CP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ പല ആൾക്കാരെയും പൂർണ്ണ തോതിൽ തള്ളിപ്പറയാൻ കഴിയാതെ വരികയും അവരുടെ കല്യാണത്തിന് പോകേണ്ടി വരികയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ പ്രതികൾ ഉറക്കെ സംസാരിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഡാമേജ് എന്താണെന്ന് പാർട്ടിക്ക് നന്നായി അറിയാം എന്നതുകൊണ്ടാണ്. ഒരു ക്രിമിനൽ സംഘം എന്ന പേരിൽ അവരെ തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് പത്മകുമാറിനെ എന്തുകൊണ്ട് തള്ളിക്കളയുന്നില്ല? പത്മകുമാർ തന്നെയും വേറെ ദൈവതുല്യനായ ആളുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് വരുന്നത് കൊണ്ടാണോ അതോ ഇനി മറ്റാരുടെയെങ്കിലും പേര് വരുമെന്ന ഭയപ്പാടാണോ ഈ പാർട്ടിയെ ഇപ്പോഴും ഈ നമുക്ക് ഡൈജസ്റ്റ് ആവാത്ത നിലപാടിൽ നിലനിൽക്കാൻ നിർബന്ധിക്കുന്നതെന്ന ക്വസ്റ്റ്യൻ ജനത്തിനുണ്ട്. അത് ആൻസർ ചെയ്യാൻ CPM പറ്റിയിട്ടില്ല. ഇപ്പോൾ കടകംപള്ളി കുരുക്കിലാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കടകംപള്ളി ചോദ്യം ചെയ്ത് വിട്ടയച്ചു, അദ്ദേഹത്തെ പ്രതി ചേർക്കുകയൊന്നും ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് നേരിട്ട് ഇതിൽ ബന്ധമുള്ളതായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വരികയും ചെയ്തിട്ടില്ല. പക്ഷേ ഈ അന്വേഷണത്തിൻ്റെ ആളുകൾ കടകംപള്ളിയുടെ വീട്ടിലും എത്തിയിരിക്കുന്നു എന്നത് ഒരു വശത്ത്. പത്മകുമാറിനെതിരെ ഇത്രയും അധികം വിവരങ്ങൾ പുറത്തു വന്നിട്ടും അദ്ദേഹത്തെ രാഷ്ട്രീയമായി തള്ളിപ്പറയാൻ പോലും, നിയമപരമായി സാങ്കേതികമായി പോട്ടെ, രാഷ്ട്രീയമായി അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ഡിസോൺ ചെയ്യാൻ പോലും തയ്യാറാവാതെ ഒരു സേഫ് ഗെയിമിൽ CPM നിൽക്കുന്നതിന് CPM പേ ചെയ്യേണ്ടി വരും. ഈ അനിശ്ചിതത്വം നിലനിർത്തിക്കൊണ്ട് വീടുകൾ കയറി ഇറങ്ങാൻ പോകുന്ന CPM-ൻ്റെ ലോക്കൽ കോമ്രേഡ്സ് വലിയ വെല്ലുവിളിയാണ് നേരിടാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശരി ദാവൂദ് സാർ, ഈ വിഷയം വന്നതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെയൊക്കെ ആരോപണങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് കടകംപള്ളിയുടെ പേരെടുത്ത് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനെതിരെ മാനനഷ്ട കേസൊക്കെ കടകംപള്ളി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരു ചോദ്യം ചെയ്യലിലേക്കൊക്കെ കടന്നിരിക്കുന്നത് ഇതൊരു സ്വാഭാവിക നടപടി മാത്രമായിട്ട് നമുക്ക് അങ്ങനെ എഴുതി തള്ളാൻ പറ്റുമോ? അല്ല, ഒരാളെ ചോദ്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് അയാൾ കുറ്റവാളിയാണെന്നോ അല്ല ആ കേസുമായി ബന്ധമുണ്ടെന്നോ ഒന്നും അർത്ഥമില്ല. കേസുമായി ബന്ധമില്ലാത്ത ആളെയും അന്വേഷണ ഏജൻസിക്ക് ചോദ്യം ചെയ്യാം, കൂടുതൽ അഡീഷണൽ ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് നോക്കൂ, ഇതൊരു ഹൈ പ്രൊഫൈൽ, സാധാരണ ഒരു ക്രിമിനൽ കേസല്ല, ഒരു ഹൈ പ്രൊഫൈൽ കേസാണ്, പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിട്ടുള്ളൊരു കേസാണ്, അങ്ങേയറ്റം സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ അത്തരം കേസുകളിൽ സാധാരണ സംഭവിക്കുക എന്ന് വെച്ചാൽ അതിൽ ഓരോ ചലനവും, ഓരോ ചെറു ചലനവും വളരെ സൂക്ഷ്മമായി മോണിറ്റർ ചെയ്യപ്പെടും. അത് വലിയ വാർത്തയാവും, ഹെഡ്ലൈനാവും, ചർച്ചയാകും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ ചോദ്യം ചെയ്യുക മാത്രമാണ് ഇന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇന്നല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്, അത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ചോദ്യം ചെയ്ത എന്ന വിവരം ഇന്ന് പുറത്തു വരുന്നത് വലിയ ബിഗ് ബ്രേക്കിംഗ് ആയി മാറുകയാണ്. എന്തുകൊണ്ടാണത്? ഈ കേസിൻ്റെ സ്വഭാവം കൊണ്ടാണ്. അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവമുണ്ട്, അതിൻ്റെ ഈ പറയുന്ന സെൻസിറ്റീവ് നാച്ചറുണ്ട്. അപ്പോൾ അത് ഇതിൽ അമൃത പ്രതിപക്ഷത്തെക്കുറിച്ച് ചോദിച്ചാൽ, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് SIT വളരെ പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കി പ്രതികളെയെല്ലാം പിടികൂടി അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്നുള്ളതൊന്നും ആയിരിക്കില്ലല്ലോ പ്രതിപക്ഷത്തിന് വേണ്ടത്. പ്രതിപക്ഷത്തിന് എത്ര സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും സ്ട്രെച്ച് ചെയ്യുന്നതാണ് കത്തി നിൽക്കുക. അതാണ് പ്രതിപക്ഷത്തിന് രാഷ്ട്രീയം പറ്റുക. ഞാനത് കോൺഗ്രസ്സിനൊന്നുമില്ല, ഏത് പ്രതിപക്ഷത്തിനാണെങ്കിലും നോക്കൂ, ഇത്തരം കേസുകൾ, സെൻസിറ്റീവായിട്ടുള്ള കേസുകൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പോകുന്നതാണ് രാഷ്ട്രീയമായിട്ട് ഗുണം. അപ്പോൾ 2-3 മാസം കഴിഞ്ഞാൽ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതുവരേക്കും ഇങ്ങനെ അങ്ങ് വലിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ബ്രേക്കിംഗ് ഒക്കെ ഉണ്ടായാൽ പോരെ, അത് വലിയ ലാഭമാണ്. അങ്ങനെ ഒരു പ്രശ്നം ഈ കേസിനുണ്ട്. ഇത് CPM നേതൃത്വം മനസ്സിലാക്കാത്തത് കൊണ്ടാണോ, ഇനി മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ തോറ്റതുപോലും മനസ്സിലാക്കാൻ ഏതാനും ആഴ്ചകൾ എടുത്തിട്ടുണ്ടല്ലോ, അതുപോലെയുള്ള പ്രശ്നമാണോന്ന് അറിയില്ല.
അപ്പോൾ നിഷാദ് പറഞ്ഞല്ലോ, ഈ മനുഷ്യൻ പത്മകുമാർ അല്ലേ, പത്മകുമാർ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷവും ജില്ലാ കമ്മിറ്റി അംഗമാണ്. അത് മനസ്സിലാക്കണം. അദ്ദേഹം ഇപ്പോഴും CPIM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഞങ്ങളെ തള്ളിപ്പറയുകയോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ ഒന്നും വേണ്ട. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറി നിൽക്കാം. അതൊരു ഗുരുതരമായ ശിക്ഷാ നടപടിയൊന്നുമല്ലല്ലോ. ഇതിലൊരു വ്യക്തത വരുന്നത് വരേക്കും ഏതായാലും ഇപ്പോൾ ജില്ലാ കമ്മിറ്റി പങ്കെടുക്കാൻ പുള്ളിക്ക് പറ്റില്ലല്ലോ. അത് ഗോവിന്ദ ചോദിക്കുന്നുണ്ട്, ജയിലിൽ കിടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല, പിന്നെ പുറത്താക്കുന്നതിൻ്റെ യുക്തി എന്താണ്? അയ്യോ, ഗോവിന്ദ മാഷിൻ്റെ ബുദ്ധി ഭയങ്കര. ഒന്ന് ജനങ്ങളോട് സമാധാനം പറയാലോ. ഈ ഗോവിന്ദ മാഷ് പത്രസമ്മേളനം നടത്തിപ്പോയാൽ മതി. താഴേക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ വീട് കയറാൻ പോകുന്ന പാർട്ടി സഖാക്കൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ന്യായവാദമല്ല, അത് ഞങ്ങൾ നടപടിയെടുത്തു, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുക. അതിന് പോലും ഈ പാർട്ടി സന്നദ്ധമാവുന്നില്ലല്ലോ. അതെന്താണത്? ഒന്നുകിൽ ബുദ്ധിശൂന്യത, രാഷ്ട്രീയമായ ബുദ്ധിശൂന്യത, അല്ലെങ്കിൽ നേരത്തെ നിഷാദ് പറഞ്ഞ പോലെ നടപടി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങേര് മറ്റു പലതും വിളിച്ചു പറയുമോ. ഇപ്പോൾ ദൈവതുല്യനായ ആൾ, ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയിൽ എങ്ങനെയാണ് ദൈവതുല്യനായ ആളുണ്ടാകുന്നൊക്കെയുള്ള വേറെ വിഷയം. അപ്പോൾ അങ്ങനെ വല്ല പേരുകളും ഇദ്ദേഹം വിളിച്ചു പറയുമോ എന്ന പേടിയാണെങ്കിൽ അത് ഗുരുതരമായ സാഹചര്യമാണ്. അപ്പോൾ ഇന്നലെ ഒരു ടെലിവിഷൻ ചർച്ചയിൽ CPIM-ൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പർ M. സ്വരാജ് എന്താണ് നല്ല ഭാഷയിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഒരർത്ഥത്തിൽ വടിവത്ത ന്യായീകരണം എന്ന് പറയാവുന്ന ഒരു സംഗതിയാണ്. അദ്ദേഹം പറയുന്നത്, നോക്കൂ, അദ്ദേഹത്തെ പ്രതി ചേർത്തു, അദ്ദേഹം ഇപ്പം അകത്താണുള്ളത്, ജയിലിലാണുള്ളത്. ഈ വിഷയത്തിൽ ഒരു കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ലല്ലോ. ഒരു കുറ്റപത്രം സമർപ്പിച്ചാലല്ലേ എന്താണ് ഇദ്ദേഹം ചെയ്ത ക്രൈം എന്ന് മനസ്സിലാവുകയുള്ളൂ. ഇദ്ദേഹം ചെയ്തത് ഈ കൊള്ളയിൽ നേരിട്ട് പങ്കാളി ആയതാണോ, അതല്ല നേതൃത്വം വഹിച്ചതാണോ, അതല്ല കൊള്ള നടക്കുന്നത് അറിഞ്ഞിട്ടും അതിനോട് മൗനം ദീക്ഷിച്ചതാണോ, അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിലുള്ള തൻ്റെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ വീഴ്ച വരുത്തിയതാണോ, എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് എന്നതിനെക്കുറിച്ച് കൃത്യതയില്ലാതെ ഞങ്ങൾ എന്തു ചെയ്യും എന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്ത് ന്യായീകരണമാണ്? ഏറ്റവും ലളിതമായി പറഞ്ഞാൽ അദ്ദേഹത്തെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്താണ്? ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് എന്നുള്ള പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തമല്ലേ. ആ ഉത്തരവാദിത്തത്തിൽ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ ബാധ്യത എന്താണ്? തൻ്റെ അധികാര പരിധിക്ക് കീഴിലുള്ള സ്ഥാപനങ്ങൾ, ഈ ക്ഷേത്രങ്ങൾ, മറ്റ് സ്ഥാപനങ്ങൾ, അത് കാര്യങ്ങൾ വൃത്തിയിലും വെടിപ്പിലും കൊണ്ടു നടക്കുക എന്നുള്ള ഉത്തരവാദിത്തമല്ലേ അത്. അത് നിർവഹിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുന്നുള്ള ഇതിലൊരു സംശയമില്ലെന്നാണ് ചുരുങ്ങിയത്. അതാണല്ലോ ഈ ഡാമേജ് മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ എന്തിനാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നവരെ കാത്തു നിൽക്കുന്നത്? ഈ ലളിതമായ കാര്യങ്ങളല്ലേ. മനുഷ്യർ ലളിതമായി ചിന്തിക്കുന്ന ജീവിയല്ലേ. ഇവരോട് ഇങ്ങനെ ഗോവിന്ദ മാഷും സ്വരാജൊക്കെ വന്നിട്ട് ഇത്രയും സങ്കീർണമായ കാര്യം പറഞ്ഞിട്ട് അതുകൊണ്ട് എന്താണ് കാര്യം? അപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടി വലിയ പ്രതിരോധത്തിലാകുന്നത് പത്മകുമാർ അറസ്റ്റിലായതോ അല്ലെങ്കിൽ മറ്റ് വാസു അറസ്റ്റിലായതോ ഇതൊന്നുമല്ല. അത് വളരെ പ്രധാനമാണ്. പക്ഷെ അതേക്കാൾ പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്നത് ഇതിനോട് ശരിയാവുന്ന റെസ്പോണ്ട് ചെയ്യാൻ CPM-ന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. CPM എടുക്കുന്ന ഡിഫൻസ് മെക്കാനിസം എന്താണ്? എല്ലാ കാര്യത്തിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചെയ്യുന്ന അളിഞ്ഞ വർഗീയത എന്ന ആ ഡിഫൻസ് മെക്കാനിസം എടുത്തു നോക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് വരുന്നു, അത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ അത് പ്രഹരമായി എന്ന് കാണുമ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് ഇത് എഴുതിയ ആളുകളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുന്നത്. അപ്പോഴേക്ക് കേസ് വരികയാണ്. എന്താണ്? മതവിദ്വേഷമോ സാമൂഹിക കാലുഷ്യം. എന്താണ് ലളിതമായി പറഞ്ഞാൽ അളിഞ്ഞ വർഗീയത. ഇതല്ലാതെ ഒരു സ്ട്രാറ്റജിയും ഈ പാർട്ടിക്കില്ലേ? ഈ ഏർപ്പാടുമായിട്ടാണോ അവർ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിൽ കഷ്ടം എന്നേ പറയാനുള്ളൂ. ഏതായാലും ഇങ്ങനെ ഇനിയിപ്പോൾ ന്യായീകരിച്ച് മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് എത്രത്തോളം കഴിയുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒരു മറുപടി അത്യാവശ്യമാണ്, ഒരു നടപടി ഇതിൽ അത്യാവശ്യമാണെന്ന് മാത്രമാണ് പറയാനുള്ളത്.